നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ദാണ്ട ഈ ഒരു ഫ്രൂട്ടിനെ കുറിച്ച്. ഇത് ആക്ച്വലി ഇത് റോസ് സപ്പോർട്ട് എന്ന് പറയുന്നൊരു ഫ്രൂട്ടാണേ. അപ്പോൾ ഞാനിത് പൊട്ടിച്ച് കാണിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവരും പറയുന്നത് ഇത് മുട്ടപ്പഴം തന്നെ അല്ലയോ എന്ന് ചോദിച്ചുകൊണ്ട് എനിക്ക് അതിനകത്ത് ഒരുപാട് കമൻറ്റ് വന്നു. അപ്പോൾ ജസ്റ്റ് ഒരു ക്ലാരിഫിക്കേഷൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത്. ഇതെന്ന് പറഞ്ഞാൽ റോസ് സപ്പോർട്ട് തന്നെയാണ്. ഇതും മുട്ടപ്പഴവും ഏകദേശം ഒരേപോലെ തന്നെ ഇരിക്കും. രണ്ട് സെയിം ഫാമിലി, രണ്ട് കുട്ടേറിയ ഫാമിലി തന്നെയാണ് സ്പീഷ്യസ്. ഇതിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതിന് യാതൊരു ടേസ്റ്റും ഇല്ല. മുട്ടപ്പഴം പൊട്ടിച്ചു കഴിഞ്ഞാൽ അതിന് ഭയങ്കര മുട്ടയുടെ ടേസ്റ്റാണ്. ഇതിന് മുട്ടപ്പഴത്തിൻ്റെ യാതൊരു ടേസ്റ്റും ഇല്ല. പിന്നെ അതുപോലെ തന്നെ രണ്ടിനും ഒരേപോലെ ഗുണങ്ങൾ രണ്ടും ഒരേപോലെ തന്നെയാണ്. രണ്ടിനും നല്ല രീതിയിൽ വൈറ്റമിൻ സിയും എയും അതേപോലെ തന്നെ കരാട്ടിനും ഒക്കെ അടങ്ങിയിട്ടുള്ള ഫ്രൂട്ടുകൾ തന്നെയാണ് ഈ സ്പീഷ്യസിനകത്തുള്ളത്. ഇത് റോസ് സപ്പോർട്ട് എന്നും മറ്റേത് കാനിസ്റ്റൽ മുട്ടപ്പഴം എന്നും അറിയപ്പെടുന്നത്. രണ്ടിനും പേരിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. പിന്നെ ഇതിൻ്റെ ഷേപ്പിന് വ്യത്യാസമുണ്ട്. ഇതാണെങ്കിൽ ഏകദേശം ഒരു റൗണ്ട് ഷേപ്പായിട്ടാണ് ഇരിക്കുന്നത്. മുട്ടപ്പഴം ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഏകദേശം ഒന്ന് കൂർത്തൊരു ഒരു ചെറിയ മാങ്ങ പോലെ ഇരിക്കും. മുട്ടപ്പഴം ആണെന്നുണ്ടെങ്കിൽ അതും രണ്ടും മഞ്ഞ കളർ തന്നെ. ഇതിനാണെങ്കിൽ ഒരു റോസ് കലർന്ന മഞ്ഞ കളറാണ്. ഇതങ്ങോട്ട് അത്രയ്ക്ക് അങ്ങോട്ട് മഞ്ഞ കളറായി മാറത്തില്ല. പക്ഷേ മുട്ടപ്പഴം ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ മഞ്ഞ കളറായിരിക്കും. നല്ല മഞ്ഞ കളറിലായിരിക്കും മുട്ടപ്പഴം ഇരിക്കുന്നത്. ഇത് രണ്ടേ ഉള്ളൂ ഇതിൻ്റെ പ്രധാന വ്യത്യാസം. പിന്നെ ടേസ്റ്റിലാണ് മെയിനായിട്ട് അറിയാൻ പറ്റുന്നത്. ഇത് രണ്ടും ഉള്ളിൽ ഒരു സീഡാണ് ഉണ്ടാവുന്നത്. അത് സീഡിട്ട് തന്നെ നമുക്ക് മുളപ്പിക്കാനായിട്ട് പറ്റും.